കേരളത്തിൽ 2026 ജനുവരി മാസം 8-ാം തീയതിയിലെ കണക്ക് വെച്ച് 16.25 ലക്ഷം ഇന്ത്യൻ രജിസ്ട്രേഷനാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എക്സ്പോയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് നിസാർക്കയാണ് നമ്മുടെ കൂടെ. നിസാർക്ക, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എത്ര സ്റ്റാളുകൾ കണ്ടും നമ്മൾ തീരുന്നില്ല. സ്റ്റാളുകൾ കണ്ട് നടന്നിട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റാളുകൾ. എന്താണ് ശരിക്കും നമ്മൾ ഈ വർഷത്തെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ? ഞങ്ങളുടെ ഈ സംഘടന രൂപീകൃതമായിട്ട് 65 വർഷം പൂർത്തീകരിക്കുകയാണ്. ഞങ്ങളുടെ ഇതൊരു 4ാമത്തെ എക്സിബിഷനാണ്. പക്ഷേ ട്രിപ്പിൾ ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ എന്ന നാമകരണത്തിൽ 2nd എഡിഷനാണ്. ഞങ്ങൾ 2007 എക്സിബിഷൻ്റെ പേര് ഇങ്ക എന്ന നാമധേയത്തിലായിരുന്നു. ഇങ്ക 2007-ലും 2010-ലും 2 എക്സിബിഷൻ ഞങ്ങൾ സംഘടിപ്പിച്ചതാണ്. 2007-ലെയും 2010-ലെയും എക്സിബിഷൻ കൂടെയാണ് 17,000 സ്ക്വയർ ഫീറ്റ് വരുന്ന 1994 നമ്മുടെ വ്യവസായ വകുപ്പ് ഒരു 30 സെൻറ്റ് സ്ഥലം കളമശ്ശേരി ഞങ്ങൾക്ക് സംസ്ഥാന ഓഫീസ് നൽകുന്നുണ്ട്. 17,000 സ്ക്വയർ ഫീറ്റിൽ. അതെ. അന്നേരം പോൾ ആൻ്റണീസ് IAS വ്യവസായ ഡയറക്ടർ 1994 ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴാണ് അന്നത്തെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്യാമപ്രസാദും അന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന VKC മുഹമ്മദ് ഭായ് HML, അന്നത്തെ സംസ്ഥാന ട്രഷററായിട്ടിരുന്നത് ES അലി, ഇപ്പോഴത്തെ മാഗസിൻ എഡിറ്ററാണ്. അന്നേരം അവരുടെ കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് കേരളത്തിൻ്റെ വ്യവസായത്തിന് നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് 30 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ സംസ്ഥാന അസോസിയേഷൻ്റെ ടെസ്റ്റിംഗ് സെൻറ്ററിനും മാർക്കറ്റിംഗ് ഡിപ്പോയ്ക്കും സ്റ്റേറ്റ് ഓഫീസിനും വേണ്ടി തരികയുണ്ടായി. അത് 2007-ലെ 2010-ലെ എക്സിബിഷനോടുകൂടി അവിടെ ഞങ്ങൾക്കൊരു 17,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് പൂർത്തീകരിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നീണ്ട 14 വർഷം കഴിഞ്ഞ് ഞങ്ങളൊരു എക്സിബിഷൻ പിന്നെ കണ്ടക്ട് ചെയ്തു. അത് ഞങ്ങളുടെ കേരളത്തിൻ്റെ MSME എന്ന് പറയുന്നത് കേരളത്തിൽ 2026 ജനുവരി മാസം 8-ാം തീയതിയിലെ കണക്ക് വെച്ച് 16.25 ലക്ഷം ഇന്ത്യൻ രജിസ്ട്രേഷനാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ട്രേഡുണ്ട്, സർവീസുണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്. മാനുഫാക്ചറിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഏകദേശം 6 ലക്ഷത്തോളം യൂണിറ്റുകളുണ്ട്. എന്നാൽ ഈ 6 ലക്ഷം യൂണിറ്റുകൾ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റാണ് അനിവാര്യം. ശരിക്കും പറഞ്ഞാൽ നട്ടെല്ല് തന്നെയാണ് രാജ്യത്തിൻ്റെ. ഏത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് MSME സെക്ടറാണ്.